നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത റവന്യൂ വകുപ്പ്. കേസെടുത്തിരിക്കുന്നത് ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതിന് ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരം. ഹിയറിംഗിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന് നോട്ടീസും നൽകി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം. കേരളത്തിൽ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കി ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. ഇടുക്കി കേരള കോൺഗ്രസിന് വളരെയേറെ വോട്ട് വിഹിതമുള്ള മണ്ഡലമാണെന്നും ജില്ലാ പ്രസിഡന്റ്. ചിന്നക്കനാൽ 301 കോളനിയിൽ ഗോത്ര ജനതയ്ക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. ഇതോടെ കോളനിയിൽ സ്ഥിരമായി താമസിക്കുന്ന കുടുംബങ്ങളിൽ പലർക്കും കരമടയ്ക്കാൻ സാധിക്കുന്നില്ല. ഭൂമിയിൽ നിന്നും തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നും ആക്ഷേപം. സ്ഥലതർക്കത്തെ തുടർന്ന് മലയോര ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗങ്ങൾ താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെത്തി അളന്ന് തിട്ടപ്പെടുത്തി. സർവേ നടത്തിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തർക്കസ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. വിശദമായ വാർത്തകൾ. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത റവന്യൂ വകുപ്പ്. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതിന് ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരമാണ് കേസ്. ഹിയറിംഗിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന് നോട്ടീസും നൽകി. 50 സെന്റ് സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറി മതിൽ കെട്ടിയെന്നാണ് കണ്ടെത്തൽ. 2022 മാത്യു കുഴൽനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത്. തുടർന്ന് ഈ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ കുഴൽനാടന് വിജിലൻസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടവും 850 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 കെട്ടിടങ്ങളുമാണ് മാത്യുവിന്റെയും സുഹൃത്തുക്കളുടെയും ഉടമസ്ഥതയിലുള്ളത്. കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന റിസോർട്ടിലെ വലിയ കെട്ടിടം റിസോർട്ട് ആവശ്യങ്ങൾക്കും ചെറിയ കെട്ടിടം പാർപ്പിട ആവശ്യങ്ങൾക്കും നിർമ്മിച്ചു എന്നായിരുന്നു രേഖകൾ. ഇതിൽ ഗാർഹിക ആവശ്യത്തിന് അനുമതി വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾ റിസോർട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നതാണ് കുഴൽനാടനെതിരെയുള്ള ആരോപണം. തുടർന്ന് റിസോർട്ടിന്റെ ലൈസൻസ് പുതുക്കി നൽകാത്ത സാഹചര്യമുണ്ടായെങ്കിലും രേഖകൾ സുതാര്യമാക്കിയതിനെ തുടർന്ന് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് എം നേതൃത്വം. കേരളത്തിൽ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കി ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. നിലവിലെ സീറ്റിനു പുറമെ ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കിക്ക് പ്രഥമ പരിഗണന നൽകും. ഇടുക്കി കേരള കോൺഗ്രസിന് വളരെയേറെ വോട്ട് വിഹിതമുള്ള മണ്ഡലമാണ്. കേരള കോൺഗ്രസിന്റെ ശക്തി മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കേണ്ടതാണ്. ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസിന് താല്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി. കേരള കോൺഗ്രസും കൂടി ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചിന്നക്കനാൽ 301 കോളനിയിൽ ഗോത്ര ജനതയ്ക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം. കോളനിയിൽ സ്ഥിരമായി താമസിക്കുന്ന കുടുംബങ്ങളിൽ പലർക്കും കരമടയ്ക്കാൻ സാധിക്കുന്നില്ല. ഭൂമിയിൽ നിന്നും തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ആക്ഷേപം. 2003 ചിന്നക്കനാൽ 301 കോളനിയിൽ വിവിധ മേഖലകളിൽ കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകി കുടിയിരുത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കാട്ടാന ശല്യവും മൂലം പല കുടുംബങ്ങളും ഇവിടെ നിന്നും പിന്നീട് കുടിയിറങ്ങി. നിലവിൽ 108 കുടുംബങ്ങളാണ് ഇവിടെ കൃഷി ചെയ്ത് താമസിക്കുന്നത്. ഇവരിൽ 30ഓളം കുടുംബങ്ങൾക്ക് മാത്രമാണ് സ്വന്തം ഭൂമിക്ക് കരമടയ്ക്കാൻ സാധിക്കുന്നത്. ഭൂമി വനമേഖലയാക്കുന്നതിന് റവന്യൂ വനം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിൽ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നാണ് ആക്ഷേപം. ഇവിടെ ഇപ്പം 108 കുടുംബക്കാർ ഇവിടെ താമസിക്കുന്നു. സ്ഥിരമായി കൃഷി ചെയ്ത് താമസിക്കുന്നവരാണ്. പക്ഷെ അവരുടെ കുറെ ആൾക്കാരുടെ കര എടുക്കുന്നില്ല. പലപ്പോഴും ഞങ്ങൾ കളക്ടറേറ്റിൽ TRD കൂടുമ്പോൾ പറയും
അവരുടെ കരം എടുക്കുന്നതിന് എന്നാ കുഴപ്പമിരിക്കുന്നു? അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരുടെ കരം എടുക്കുന്നതിന് എന്നാ കുഴപ്പം? താലൂക്ക് സർവേരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ അവിടെ പോയി ചെന്ന് അവരുടെ കരം അടക്കണം, അവരെ തണ്ടപ്പേര് പിടിച്ചില്ലെങ്കിൽ തണ്ടപ്പേര് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു വിടും. പക്ഷേ ഈ ഇവിടെ വില്ലേജിൽ ഞങ്ങൾ വന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും അത് ഉദാസീനതയായിട്ട് പോവുകയാണ്. പലപ്പോഴും അത് ഈ കരം അടച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ TRDM-ൽ വീടൊന്നുമില്ല. ഞങ്ങൾക്ക് ലൈഫ് മിഷനിൽ വീട് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് കരം അടക്കണം. കരം അടച്ച് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞ് അതുതന്നെയല്ല, പ്രധാനമന്ത്രിയുടെ ഞങ്ങളുടെ ഈ 6,000 രൂപ ഞങ്ങൾക്ക് ധനസഹായം കിട്ടണമെങ്കിൽ ഈ കരം അടച്ച രസീത് വേണം. പക്ഷേ ഇത് ഒന്നും കിട്ടുന്നില്ലാത്ത അവസ്ഥയാണ്. അതുതന്നെയല്ല, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഈ കരം അടയ്ക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ പോർഷുകാരും റവന്യൂക്കാരുമായിട്ട് ഒത്തുകളിക്കുന്നതാണോ എന്നൊരു വിഷയമുണ്ട്. അതായത് പോർഷുകാരുടെ ഈ പൈന്മരമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരിതൊന്നും താമസമുള്ളവരുടെ സ്ഥലത്തു നിന്നുള്ള പൈന്മരം വെട്ടി മാറ്റാൻ ഇവർ ശ്രമിക്കുന്നില്ല. കരം അടച്ച രസീതില്ലാത്തതിനാൽ കൃഷിവകുപ്പിൽ നിന്നടക്കമുള്ള ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ബി ഫോറം പട്ടയമായതിനാൽ ബാങ്ക് വായ്പ പോലും ലഭിക്കുന്നില്ലെന്നും വീടടക്കമുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സ്വന്തം ഭൂമിയിൽ അഭയാർത്ഥികളായി കഴിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവർ. സ്ഥലതർക്കത്തെ തുടർന്ന് മലയോര ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗങ്ങൾ താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെത്തി അളന്ന് തിട്ടപ്പെടുത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർവേ നടത്തിയത്. തർക്ക സ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ പാലാക്കടയിലും പള്ളിക്കവലിയിലുമാണ് സ്വകാര്യ വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിനെ തുടർന്ന് കുട്ടിക്കാനം പുളിയന്മല മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത്. പള്ളിക്കവലിയിൽ 50 മീറ്റർ ഭാഗത്തെയും പാലാക്കടയിൽ 200 മീറ്റർ ഭാഗത്തെയും നിർമ്മാണമാണ് തടസ്സപ്പെട്ടത്. ഇരുഭാഗങ്ങളിലും സ്ഥലം വിട്ടുനൽകുന്നതിലെ തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. 15 മീറ്റർ വീതിയിൽ റോഡ് പുറമ്പോക്കുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനാണ് താലൂക്ക് സർവേയറെ നിയോഗിച്ചതെന്ന് കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് കാണാം, ഒരു 200 മീറ്ററോളം ഈ റോഡിന്റെ പണി നിർമ്മാണം നിലച്ചിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഈ സർവേ കല്ലുകളെല്ലാം കണ്ടെത്തി ആ റോഡ് പുറമ്പോക്ക് കൃത്യമായി ഈ റോഡിലുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ടിന് ശേഷം ഈ റോഡിന്റെ പണികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ആളുകൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തർക്കസ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ. രണ്ടാം റീച്ചിൽ നിർമ്മാണം തുടങ്ങിയപ്പോൾ പാലാക്കടയിലെ പാലം ഉൾപ്പെടെ പൊളിച്ച് വീതി കൂട്ടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കവെയാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയത്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധവും ഉയർന്നിരുന്നു. താലൂക്ക് സർവേയർ അജയ് കുമാർ, റിട്ടയേർഡ് താലൂക്ക് സർവേയർ സി മണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥലപരിശോധന. രാജാക്കാടിൽ വീട് കത്തിനശിച്ചു. ഇഞ്ചനാട്ട് ചാക്കോയുടെ ഉടമസ്ഥയിലുള്ള വീടാണ് പുലർച്ചെ കത്തിനശിച്ചത്. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പൂക്കുളത്ത് സന്തോഷിനും ഭാര്യ ശ്രീജയ്ക്കും പൊള്ളലേറ്റു. പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സന്തോഷ് രാവിലെ ജോലിയിൽ ഏർപ്പെട്ടപ്പോഴായിരുന്നു അപകടം. ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിലിണ്ടറിലെ ഗ്യാസ് തീർന്നു തുടങ്ങിയതിനെ തുടർന്ന് പുതിയ സിലിണ്ടറിന്റെ അടപ്പ് തുറന്നപ്പോൾ ഗ്യാസ് ലീക്കായി കുറ്റിയിലേക്ക് തീ പടരുകയായിരുന്നു. വീട് പൂർണ്ണമായി കത്തിനശിച്ചു. തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ സന്തോഷ്, ഭാര്യ ശ്രീജ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഭയങ്കരമായ ഇരമ്പൽ ശബ്ദം കേട്ട് അടുത്ത മുറിയിലെ താമസക്കാരൻ വാതിൽ ചവിട്ടി തുറന്ന പൊള്ളലേറ്റ സന്തോഷിനെയും ഭാര്യ ശ്രീജയെയും അടുത്ത മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മകൻ സാരംഗിനെയും പുറത്തെത്തിക്കുകയായിരുന്നു. മുറ്റത്തിരുന്ന ബൈക്കും പൂർണ്ണമായി കത്തി നശിച്ചു. കുടിവെള്ള ടാങ്കും ഉരുകി നശിച്ചു. രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അടിമാലി, നെടുങ്കണ്ടം സ്റ്റേഷനുകളിലെ അഗ്നിരക്ഷാസേനയെത്തി രാവിലെ 7 മണിയോടെയാണ് തീ അണച്ചത്. അടിമാലി നിലയത്തിൽ നമുക്ക് 4:45 കൂടുതൽ ലഭിച്ചത്. നമ്മൾ സംഭവ സ്ഥലത്ത് വരുമ്പോൾ വലിയ ഫയറായിരുന്നു. നമ്മൾ നെടുങ്കണ്ടം നിലയിൽ നിന്നും സേനയുടെ സേവനം ആവശ്യപ്പെട്ടു. തുടർന്ന് വെള്ളം അടിച്ച് തീ പൂർണ്ണമായും കെടുത്തി. ഈ 4 സിലിണ്ടറുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സിലിണ്ടറുകൾ ബഡ് ചെയ്ത നിലയിലായിരുന്നു. അത് സേവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് വലിയ അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റി. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും വിവിധ രേഖകളും പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. സമീപത്തെ വീടിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ AAYF ജനുവരി 30, 31 തീയതികളിൽ കട്ടപ്പനയിൽ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 30 വൈകിട്ട് 4 മണിക്ക് AAYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെയും മതേതരവാദികളുടെയും യോജിച്ച മുന്നേറ്റം കാലഘട്ടം ആവശ്യപ്പെടുന്ന വർത്തമാന കാലത്താണ്
രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിലും തൊട്ടടുത്ത ദിവസത്തിലും AYF ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ സാധാരണ AYF വിവിധ വിഷയങ്ങൾ ഉയർത്തി വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വർത്തമാനകാലത്തിലേറെ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് AYF ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. ഒന്ന് വർഗീയ ഫാസിസത്തിനെതിരെ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ, ഈ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഗാന്ധിയുടെ ഘാതകർ അവർ രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരിക്കുകയും വർത്തമാനകാലത്ത് അവർ വിവിധ വിഷയങ്ങൾ, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമടക്കം അതൊരു രാഷ്ട്രീയ വിഷയം ആയി ഉയർത്തിക്കൊണ്ടുവരുവാനും അതാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് സ്ഥാപിക്കാനുമെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത്. അത്തരം ഒരു ഭീതിജനകമായൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ചരിത്രത്തിൽ ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ, അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട്. അത് വളരെ പ്രസക്തമാണ്. അത് ഈ ക്യാമ്പയിനിൽ AYF ഉയർത്തി കാണിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്ത് മതേതരത്വം പുലരേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ക്യാമ്പയിനായി എടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പയിൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ 8-ാം തീയതി LDF-ൽ നിന്ന് തന്നെ വലിയ സമരം ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ തന്നെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്നടക്കം സംസ്ഥാനങ്ങളുടെ മേൽ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള വിവിധ ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ അടക്കം സമീപത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതി വിഹിതം അതിൻ്റെ കൊടുക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. വിവിധ വിഷയങ്ങൾക്കകത്ത് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തകർക്കുന്ന സമീപനങ്ങളുണ്ട്. അത്തരം സമീപനങ്ങൾക്കെല്ലാം എതിരെ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ കൂടിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ, CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, അഡ്വക്കേറ്റ് VS അഭിലാഷ്, ഷാൻ VT തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് നൈറ്റ് മാർച്ചും ഡോക്യുമെന്ററി പ്രദർശനവും കലാപരിപാടികളും നടക്കും. ജനുവരി 31 രാവിലെ 10 മണിക്ക് സമാപന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ VK ധനപാൽ, പ്രിൻസ് മാത്യു, അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ആശ നിർമ്മൽ, ആനന്ദ് വിളിയിൽ, സനീഷ് മോഹൻ, സുരേഷ് പള്ളിയാടി എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ആശ നിർമ്മൽ, ആനന്ദ് വിളിയിൽ, സനീഷ് മോഹൻ, ഷാൻ VT, സെന്തിൽ AS, KJ ജോയ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ വീടൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ സ്വകാര്യ വ്യക്തി കോടതിയിൽ കേസ് നൽകി. റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന സ്വകാര്യ വ്യക്തിയാണ് കേസ് നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും ലഭിച്ചവർ പുറമ്പോക്കിലെ വീട് ഒഴിയണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിഷയം നിയമപരമായി നേരിടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. അയ്യപ്പൻകോവിൽ മാട്ടുക്കിട്ട വില്ലേജ് പടിയിൽ ഏതാനും കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും ഇല്ലെന്ന വില്ലേജ് ഓഫീസറുടെ രേഖാമൂലമുള്ള കത്തിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങി നൽകുകയും പഞ്ചായത്ത് 4 ലക്ഷം രൂപ വീടിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 3 കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർ വീട് പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഭൂമി വാങ്ങി നൽകി വീടിന് ഫണ്ട് അനുവദിക്കുമ്പോൾ വീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് പുറമ്പോക്കിലെ വീട് ഒഴിയണമെന്നായിരുന്നു വ്യവസ്ഥ. ഇതുപ്രകാരം വീട് പണി പൂർത്തിയായവർ വീട് ഒഴിയണമെന്ന പഞ്ചായത്ത് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് വീടും ഭൂമിയും ലഭിച്ച ഒരു സ്വകാര്യ വ്യക്തിയാണിപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ പ്രതിയാക്കിയാണ് കേസ് നൽകിയിരിക്കുന്നത്. വിഷയം നിയമപരമായി തന്നെ നേരിടാനാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പറഞ്ഞു. നമ്മുടെ വില്ലേജ് വഴിയുടെ അവിടെ നിലവിൽ PWD പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് വീട് സ്ഥലവുമില്ല എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്ഥലം വാങ്ങുന്നതിനുള്ള പൈസയും ലൈഫിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപയും നമ്മൾ അനുവദിച്ച് നൽകിയിരിക്കുന്നതാണ്. അതിൽ 2-3 പേർക്ക് നമ്മൾ മൊത്തം പൈസ കൊടുത്തിട്ടില്ല. അവരുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടുമില്ല. പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമ്മൾ അവർക്ക് പുതിയ വീടിന് നമ്പരിടുന്ന മുറയ്ക്ക് പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനുള്ള എഗ്രിമെൻറ്റോട് കൂടിയാണ് നമ്മൾ അവരെ ഇവിടെ എഗ്രിമെൻറ്റ് വെപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അവർ അവിടുന്ന് മാറണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. താലൂക്ക് സഭയിൽ കൂടുകയും നമ്മളിത് അറിയിക്കുകയും അവിടെ അളന്ന് തിരിച്ചുകൊണ്ട് പുറമ്പോക്ക് തിട്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നതിനുള്ള തീരുമാനം ആയിട്ടുള്ളതാണ്. പഞ്ചായത്തിൽ നിന്നും പട്ടികജാതി വകുപ്പിൽ നിന്നും വീട് ലഭിച്ചവരും വീടൊഴിയാതെ പുറംപോക്കിൽ കഴിയുന്നുണ്ട്. ആനുകൂല്യം കൈപ്പറ്റി നിർമ്മിച്ച വീടുകൾ വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോയാണ് ഇവർ ചെയ്തു വരുന്നത്. ഇത് തടയാനാണ് വീടൊഴിയാൻ നിർദ്ദേശം നൽകിയതെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതിനാൽ ഇവരെ ഒഴിപ്പിക്കാൻ വികസന സമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും തീരുമാനം കൈക്കൊള്ളുകയും കേസ് നടത്താൻ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ജനുവരി 31, ഫെബ്രുവരി 1 ദിവസങ്ങളിൽ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 13ാമത് വാർഷികാഘോഷവും കിഡ് ഫെസ്റ്റും നടക്കുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിഡ്സ് ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും. സ്കൂളിൽ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന 10,001 പുസ്തകങ്ങളുള്ള ഗവേഷണ ലൈബ്രറിയിലേക്ക് ലയൺസ് ക്ലബ് കട്ടപ്പന പ്രസിഡന്റ് ഷാജി ജോസഫ് നൽകുന്ന പുസ്തകങ്ങൾ ചടങ്ങിൽ വെച്ച് കൈമാറും. ഇടുക്കി ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 2023-24 വർഷത്തെ ആനിവേഴ്സറി ആഘോഷങ്ങൾ ഈ മാസം 31 ഫെബ്രുവരി 1 തീയതികളിലായിട്ട് നടത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1-ാം തീയതി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജിഷ ഷാജി ഭദ്രദീപം കൊടുത്തി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നടത്തും. അതിനുശേഷം കിഡ്സ് ഫെസ്റ്റിവൽ 31-ാം തീയതി നടത്തും. 1-ാം തീയതി ഹൈസ്കൂൾ UP ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും 3 മണിയോടുകൂടി ആനുവൽ പൊതു സമ്മേളനമാണ് ആരംഭിക്കുന്നത്. അത് ബഹുമാന്യനായ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KT ബിനു അവറുകളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ റിസർച്ച് ലൈബ്രറിയായ ശാന്തിഗ്രാം സ്കൂൾ ലൈബ്രറി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും പുസ്തക സമാഹരണവും നടത്തും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജിജി കെ ഫിലിപ്പ് ആ ലൈബ്രറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. റോട്ടറി ക്ലബ്ബ് കട്ടപ്പനയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കേണൽ ഷാജി പുസ്തകങ്ങൾ ദാനം ചെയ്തുകൊണ്ട് റിസർച്ച് ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാധികാദേവി, SMC ചെയർമാൻ സജിദാസ് മോഹനൻ, കവി KR രാമചന്ദ്രൻ, SMC വൈസ് ചെയർമാൻ കുര്യൻ ആന്റണി, സീനിയർ അസിസ്റ്റന്റ് ഉഷ KS, കട്ടപ്പന BPC ഷാജിമോൻ KR, PTA എക്സിക്യൂട്ടീവ് അംഗം രാജീവ് വാസു, ജനറൽ കൺവീനർ അമ്പിളി PB, സ്റ്റാഫ് സെക്രട്ടറി ജെയ്മോൻ P ജോർജ്, വിദ്യാർത്ഥി പ്രതിനിധി ഡോണ ജോർജ് എന്നിവർ സംസാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പരിപാടികൾ തീർച്ചയായിട്ടും കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ക്രിയാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ പങ്കാളിത്തം കൊണ്ടും ഞങ്ങളുടെ മുഴുവൻ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മാറ്റുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 1 ഉച്ചകഴിഞ്ഞ് 2:30 തുടങ്ങുന്ന വാർഷിക ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്യും. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. PTA പ്രസിഡന്റ് ഷൈൻ ജോസഫ് അധ്യക്ഷനായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ KJ ഷൈൻ, സജിദാസ് മോഹനൻ, റിൻസ് ചാക്കോ, അജിത അനൂപ്, കുര്യൻ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തെ വിമൻ ജസ്റ്റിസ് സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു. നീതി ലഭിക്കുന്നതുവരെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വണ്ടിപ്പെരിയാർ കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചതിന്റെ ഫലമായിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത്. പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി റദ്ദു ചെയ്ത അട്രോസിറ്റി വകുപ്പ് കൂടെ ഉൾപ്പെടുത്തി കേസ് പുനരന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിയമപോരാട്ടത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ വിമൻ ജസ്റ്റിസിന്റെ പിന്തുണയുണ്ടാകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ നിയമവ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ മേഖലയിലും
ഇതിൽ പ്രതിയോട് അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിൽ ഒത്തുകളിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായും ഈ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വിധി റദ്ദ് ചെയ്തുകൊണ്ട് കേസ് പുനരന്വേഷിക്കണമെന്നാണ്. ഇതിൽ ദലിത് അട്രോസിറ്റി വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ കേസ് പുനരന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് കുറ്റവാളിയായ ആളെ ഉടനെ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും കർശനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ഒരർത്ഥത്തിൽ ഇവരോട് കൂടെ നിൽക്കുവാനും ഇവർക്ക് വേണ്ടി നിയമസഹായവും സഹകരണവും നൽകുന്നതിനു വേണ്ടിയും ഞങ്ങൾ ഇന്നു മുതൽ ഇവരോടൊപ്പം ഉണ്ടാകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക, ട്രഷറർ ഡോക്ടർ നസിയ ഹുസൈൻ, ജില്ലാ സെക്രട്ടറി അംബിക സതീഷ്, ഭീമ അനസ്, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് PP തുടങ്ങിയവരും പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ചു. കേരള വേലൻ മഹാസഭ അയ്യപ്പൻകോവിൽ ശാഖയുടെ സ്വരാജ് ചന്ദ്രൻ സിറ്റിയിലുള്ള കൊടിയും കൊടിമരവും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇതോടെ സംഘടനയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DYSPക്ക് പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. സ്വരാജ് ചന്ദ്രൻ സിറ്റിയിൽ സംഘടനയുടെ സ്ഥലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന കൊടിമരമാണ് രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത്. കൊടിമരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ സമീപത്തെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മരണത്തെ തുടർന്നെത്തിയ സാമൂഹിക വിരുദ്ധരാണ് കൊടിമരം നശിപ്പിച്ചതെന്ന് ശാഖാ പ്രസിഡന്റ് കെയിൻ റോയ് പറഞ്ഞു. കേരള വേലൻ മഹാസഭ അയ്യപ്പൻകോവിൽ 104 നമ്പർ ശാഖയുടെ 35 വർഷക്കാലമായിട്ട് ഇവിടെ ശാഖ നടന്നുകൊണ്ടിരിക്കുന്നതും കൊടിമരം ഉണ്ടായിരുന്നതാണ്. അന്ന് മരത്തിലായിരുന്നു കൊടിമരം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനുശേഷമാണ് നമ്മുടെ ഈ ശാഖയുടെ ബാക്ക് സൈഡിലായിട്ട് ശ്രീ സുരേഷ് കോട്ടപ്പുറത്ത് എന്ന് പറയുന്ന ആൾ ഇവിടെ വന്ന് അതിൻ്റെ പുറകിൽ സ്ഥലം വാങ്ങുകയും അന്ന് വാങ്ങുമ്പോൾ ഇവിടെ ഈ സ്ഥലക്കാരനായിരുന്നു അന്ന് സ്ഥലം കൊടുത്തിരുന്നത്. അത് സംബന്ധമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വഴിയില്ലാതെ വന്നപ്പോൾ വീണ്ടും ശാഖ വഴി അളന്ന് തിരിച്ച് 2 സെൻറ്റ് സ്ഥലമുള്ളൂ ശാഖയ്ക്ക്. ഈ 2 സെൻറ്റ് സ്ഥലത്തിനകത്തൊന്നും ഇവർക്ക് മാനുഷിക പരിഗണന വെച്ച് തന്നെയാണ് നമ്മൾ അതിന് 3 അടി പാത നമ്മൾ നടവഴി കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ആ കാര്യങ്ങളെല്ലാം വളരെ രമ്യത തീർന്ന ഒരു കാര്യങ്ങളാണ്. അവർക്കും ഒരു പ്രശ്നമില്ലാതെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ നിന്നു. അദ്ദേഹം ഈ കഴിഞ്ഞ 24-ാം തീയതി ജനുവരി മാസം 24-ാം തീയതി പുള്ളി രോഗത്താൽ മരണപ്പെട്ടു. അപ്പം ഈ കൊടിമരം അതിനോട് ചേർന്ന് നമ്മുടെ ഭൂമി ശാഖയുടെ സ്ഥലത്ത് തന്നെയാണ് നട്ടിരുന്നത്. ആ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഏതോ ആളുകളാണ്. അവരുടെ വീട്ടുകാർക്ക് തന്നെ അറിയണം, അല്ലാതെ ആ കൊടിമരം ഒരു കാരണവശാലും പോകില്ല. ഇന്നുവരെ ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. നാനാമതസ്ഥർ ഇവിടെ സഹോദരന്മാരായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇത് അല്ലാതെ ആ മരണമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആരോ ആണ് ഈ കൊടിമരം നശിച്ചതെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കട്ടപ്പന DYSPക്ക് പരാതി നൽകിയതായി സർക്കിൾ കമ്മിറ്റി അംഗം സന്തോഷ് കവലക്കൽ പറഞ്ഞു. ഇത് വളരെ പ്രതിഷേധകരമായ ഒരു കാര്യമാണ്. പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് ഈ കൊടിമരം നശിപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഞങ്ങൾ കട്ടപ്പന DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം തന്നെ ഒരു പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്താനായിട്ട് കേരള വേലൻ മഹാസഭ താലൂക്ക് യൂണിയൻ തീരുമാനമെടുത്തിട്ടുണ്ട്. സംഭവം സമാധാനപരമായും സൗഹൃദപരവുമായി മുന്നോട്ടു പോകുന്ന മേഖലയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വിഷയത്തിൽ KVMS താലൂക്ക് ജില്ലാ ഭാരവാഹികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. കൊടിയും കൊടിമരവും നശിപ്പിച്ചതിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും കേരള വേലൻ മഹാസഭാ നേതൃത്വം അറിയിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ വൈദ്യുതി പോസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കടകൾ പൊളിച്ചു നീക്കിയ ഭാഗത്ത് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനെയാണ് നാട്ടുകാർ എതിർത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും പോലീസും എത്തിയാണ് തർക്കം പരിഹരിച്ചത്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് കടകൾ പൊളിച്ചു നീക്കിയ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. പിന്നീട് പോസ്റ്റിന് സ്റ്റേ വലിക്കാൻ ആരംഭിച്ചപ്പോഴാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് പോസ്റ്റിന് സ്റ്റേ കമ്പി സ്ഥാപിക്കുന്നത് തടയുകയും ചെയ്തു. ഇത് വാക്കുതർക്കത്തിലുമെത്തി. കട്ടപ്പന കുട്ടിക്കാനം റോഡിനും മാട്ടുക്കട്ട ആനക്കുഴി റോഡിനുമിടയിൽ തടസ്സമായി നിന്നിരുന്ന കടകൾ പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് പൊളിച്ചു നീക്കിയത് ഏറെ പ്രതിസന്ധികളെ മറികടന്നാണ്. എന്നാൽ ഇവിടെ പോസ്റ്റ് സ്ഥാപിച്ചാൽ ടൗണിന്റെ വികസനവും സൗകര്യവും കുറയുമെന്നതുകൊണ്ടാണ് നാട്ടുകാർ എതിർത്തത്.
എന്നാൽ ധിക്കാരപരമായി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ഇടപെട്ടതോടെ നാട്ടുകാർ രോഷാകുലരായി. ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും രംഗത്തെത്തി. നാട്ടുകാരും KSEB ജീവനക്കാരുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യമായി പരിഹരിച്ചെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ പറഞ്ഞു. മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് KSEB പോസ്റ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാട്ടുപെട്ട ടൗണിന് നടുക്കാണ് പോസ്റ്റ് വരുന്നത് എന്നൊരു ആരോപണം ഉയരുകയും ഇവിടെ പൊതുജനങ്ങളും എല്ലാവരും ചേർന്ന് ഇത് അവിടുന്ന് മാറ്റണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് പോസ്റ്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് സ്റ്റേ വലിക്കുന്നത് ഒരു സൈഡിലോട്ടാക്കി തീരുമാനമായിട്ടുള്ളതാണ്. പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആരുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായാണ് ഉദ്യോഗസ്ഥർ കണക്കെടുത്തത്. തർക്കമുണ്ടായതോടെ പോസ്റ്റിന്റെ സ്റ്റേ കമ്പികൾ റോഡ് വികസനത്തിന് തടസ്സമാവാത്ത വിധത്തിൽ മാറ്റിസ്ഥാപിക്കാനും തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ കട്ടപ്പന കൊച്ചുതോവാള സ്വദേശിനി സോന ബിജുവിനെ കൊച്ചുതോവാള പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി SB കോളേജിലെ വിദ്യാർത്ഥിനിയായ കട്ടപ്പന കൊച്ചുതോവാള സ്വദേശിനി സോന ബിജുവാണ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായത്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ നിന്നും BScക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയതിനാണ് അവാർഡ് ലഭിച്ചത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊച്ചുതോവാള പൗരാവലിയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുമൊക്കെ എത്തുന്ന പ്രത്യേകിച്ച് കെമിസ്ട്രിക്കൊക്കെ ഒരു 96% മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന സോണയ്ക്ക് വളരെ നല്ല രീതിയിൽ ഇനിയും ഉപരിപഠനവും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു തരത്തിലേക്ക് ഒരു പ്ലേസ്മെന്റും ഒക്കെ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് അതിൻ്റെ ഒരു ഉപരിപഠനവും ഒക്കെ നടത്തി മുമ്പോട്ട് പോകുമ്പോഴേക്കും വളരെ സാധ്യതയുള്ള ഒരു സയൻസ് വിഷയത്തിലാണ് സോണ പഠനം നടത്തി മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഒക്കെ ഉയരുവാൻ സോണയ്ക്ക് കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. MBBS, എഞ്ചിനീയറിംഗ്, ഡിഗ്രി, PG തുടങ്ങിയ മേഖലകളിൽ ഉന്നത മാർക്കോടുകൂടി വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം. കേരളത്തിൽ നിന്ന് ആകെ 1000 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇതിൽ ഒരാളായി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് സോന. സ്വീകരണ യോഗത്തിൽ വെച്ച് കട്ടപ്പന നഗരസഭയുടെ പ്രത്യേക ഉപഹാരവും സോനയ്ക്ക് കൈമാറി. യോഗത്തിൽ കൊച്ചുതോവാള ഇടവക വികാരി ഫാദർ ജോസ് വലിയകുന്നത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ബീന ടോമി, സുധർമ്മ മോഹനൻ, PC മാത്യു, MV വർക്കി, ജിതിൻ ജോയി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 10 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷ പദ്ധതി പ്രകാരം 60,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കായികമാകണം ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 10ഓളം സ്പോർട്സ് ക്ലബ്ബുകൾക്ക് വിവിധ കായിക പരിശീലന ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. 2023-24 സാമ്പത്തിക വർഷ പദ്ധതി പ്രകാരം 60,000 രൂപ ചിലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്. യുവജനതയും കുട്ടികളെയും കായിക രംഗത്തേക്ക് വളർത്തുക, അവസരങ്ങളും പ്രോത്സാഹനവും നൽകുക, അതുവഴി ഗ്രാമപഞ്ചായത്തിലെ യുവസമൂഹത്തെ കായിക രംഗത്തിൽ മുൻനിരയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. കായിക ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. ഒരു പദ്ധതിയാണ് ക്ലബ്ബുകൾക്ക്, നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾക്ക് നമ്മുടെ സ്പോർട്സ് കിറ്റ് വിതരണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരമായിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് 6000 രൂപ വീതമുള്ള കിറ്റാണ് നമ്മൾ ഈ വർഷം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന വർഷം 6000, വരുന്ന വർഷം നമുക്ക് കൂടുതൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾ പറയാറുണ്ട്, കേരളോത്സവം വരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളെ നമ്മൾ കാര്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കായികമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ തക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ സ്പോർട്സ് സമ്മിറ്റ് നമ്മൾ സംഘടിപ്പിച്ചായിരുന്നു. അത്തരത്തിൽ സ്പോർട്സ് സമ്മിറ്റിൽ വഴി നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള ഗ്രൗണ്ടുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോട്ടുള്ള സഹായങ്ങൾ നമുക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോളുകൾ, വോളിബോളുകൾ, ക്രിക്കറ്റ് സാമഗ്രികൾ, ക്യാരംസ് ബോർഡുകൾ, ചെസ് ബോർഡ്, ഗ്ലൗസുകൾ, നെറ്റുകൾ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 10 ക്ലബ്ബംഗ ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.
മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. അച്ചടക്കവും സേവന മനോഭാവവും നിയമങ്ങളോടുള്ള വിധേയത്വവും അനുവർത്തിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപം നൽകിയിരിക്കുന്ന സംഘടനയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ ബാച്ച് പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS സല്യൂട്ട് സ്വീകരിച്ചു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ ഔദ്യോഗിക ചുമതല സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഇടക്കാലത്ത് ഈ SPCയുടെ കുടുംബ. തുടർന്ന് നടന്ന യോഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളെ മൊമെന്റോ നൽകി ആദരിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP MR മധുബാബു, ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകിടിയൽ, മാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO ഷിബു പാപ്പച്ചൻ, SI റോയി NS, ഇടുക്കി SPC പ്രൊജക്ട് കൺട്രോളർ SR സുരേഷ് ബാബു, സ്കൂൾ മാനേജർ ജോസ് നരിതൂക്കിൽ, പ്രിൻസിപ്പാൾ ജോസഫ് മാത്യു, ഹെഡ്മാസ്റ്റർ സിബി KS, ഡെജി വർഗീസ്, ധന്യ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ കാലം മുതൽ തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ചെമ്പകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി കൂടി ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല MLA MM മണി പറഞ്ഞു. നമുക്ക് ഹയർ സെക്കൻഡറി കിട്ടിയില്ല. ഹയർ സെക്കൻഡറിയുടെ ഒരു കുറവുണ്ട്. പുതിയതായി ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന നിലയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഗവൺമെന്റ് അനുവദിക്കുന്ന നിലയുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പം ഞാനിനി പറഞ്ഞു ഇതിനോട് കിട്ടിയില്ലെന്നൊന്നും പറഞ്ഞ് പരാതി പറയാനിടയാവില്ല. ഏതായാലും നല്ല നിലയിൽ നല്ല നിലവാരത്തിൽ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ മിക്കവാറും സ്കൂളുകൾ തന്നെ, അത് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മേഖലയിലാണെങ്കിലും. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ അധ്യക്ഷനായ യോഗത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലിച്ചൻ വെള്ളക്കട, OS പ്രഭാകരൻ നായർ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ റെജി മുക്കാട്ട്, DO PK മണികണ്ഠൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് S സുനിതകുമാരി, പൂർവ്വ അധ്യാപകരായ AD ഫിലോമിന, രാജൻ, PTA പ്രസിഡന്റ് അനീഷ് രാഘവൻ, ജോസഫ് മാത്യു കാര്യമറ്റം, ബിജു പുളിക്കലെടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി താന്നിക്കൽ, KG ബിജുകുമാർ, സജിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തസന്ധ്യ, നാടൻപാട്ട്, ഫിഗർ ഷോ തുടങ്ങിയ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കൊന്നത്തടി മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും സയൻസ് ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് സയൻസ് ലാബിന്റെയും ഉദ്ഘാടനം നടത്തി. ജൂബിലി ആഘോഷ വിളംബര ജാഥയോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. മുനീറ ടൗണിലേക്ക് നടത്തിയ വിളംബര ജാഥയിൽ നാട്ടുകാരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പങ്കെടുത്തു. ചടങ്ങിൽ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക സമ്മാനദാനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൻല രാജേന്ദ്രൻ, അച്ചാമ്മ ജോയി, ബിന്ദു സാൻഡി, ജോബി കുന്നക്കാട്ട, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിജു MK, സെക്രട്ടറി അജയൻ തിങ്കിൾക്കാടുകുടി, ഊരുമുപ്പൻ KM മണി, അജയൻ, MPTA പ്രസിഡന്റ് ബിജിത അനീഷ്, KM മുരളി തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓരോ മാസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്താനാണ് ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. വണ്ടൻമേട് നെറ്റിത്തൊഴു താബോർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ തിരുനാൾ ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്കറിയാസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ജനുവരി 21 മുതൽ 31 വരെ തിരുനാൾ ആഘോഷിക്കുന്നത്.
ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളും 3 നോമ്പാചരണവും സുവിശേഷ യോഗങ്ങളും ആദ്യഫല പെരുന്നാളുമാണ് ജനുവരി 21 മുതൽ 31 വരെ ആഘോഷിക്കുന്നത്. തിരുനാളിന്റെ 10ാം ദിവസം ചെമ്പിൽ അരിയിടൽ, പിതൃസ്മൃതി, സന്ധ്യാനമസ്കാരം എന്നിവ നടക്കും. കൂടാതെ പുതുപ്പള്ളി പൊൻകുരിശ് ദേവാലയത്തിന്റെ പ്രധാന ത്രോണോസിൽ പ്രതിഷ്ഠിക്കും. തുടർന്ന് പാലാക്കണ്ടം കുരിശടിയിലേക്ക് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ജനുവരി 31 തിരുനാൾ സമാപിക്കും. ഇടവക വികാരി ഫാദർ ജേക്കബ് വർഗീസ്, ട്രസ്റ്റി മോൻസി വി കോശി, സെക്രട്ടറി ബോബി മാത്യു പൊടിമറ്റത്തിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. രാജകുമാരി നടുമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്നുവന്ന 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ആറാട്ട് മഹോത്സവത്തോടുകൂടിയാണ് സപ്താഹം സമാപിച്ചത്. ഹൈറേഞ്ചിന്റെ അമ്പാടി എന്നറിയപ്പെടുന്ന നടുമുറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നടത്തിവരാറുള്ള ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന സപ്താഹത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. യജ്ഞാചാര്യൻ പ്രൊഫസർ ശബരിനാഥ് ദേവിപ്രിയ മുഖ്യ കാർമ്മികത്വം വഹിച്ച യജ്ഞത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടന്നു. 7ാം ദിനം ആറാട്ട് മഹോത്സവത്തോടു കൂടിയാണ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചത്. ആറാട്ട് മഹോത്സവത്തിന് ശേഷം ക്ഷേത്രാങ്കണത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടന്നു. പ്രസിഡന്റ് കെ രാജൻ, സെക്രട്ടറി KR സത്യൻ, വൈസ് പ്രസിഡന്റ് TK സന്തോഷ്, ട്രഷറർ സിജി ബൈനേഷ് തുടങ്ങിയവർ 7 ദിവസങ്ങളിലായി നടന്ന സപ്താഹത്തിന് നേതൃത്വം നൽകി. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ സമാപിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ നേതൃത്വം നൽകി. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളാണ് സമാപിച്ചത്. 3 ദിവസങ്ങളിലായിട്ടായിരുന്നു തിരുനാൾ സംഘടിപ്പിച്ചത്. വിവിധ ദിവസങ്ങളിലായി നടന്നുവന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് കുമ്പളന്താനം, ഫാദർ ജോസഫ് തോമസ് കുഴിയംപ്ലാവിൽ, ഫാദർ ടോം താന്നിയിൽ, ഫാദർ മാർട്ടിൻ പൊൻപനാൽ എന്നിവർ നേതൃത്വം നൽകി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പിൽ, കൈക്കാരന്മാരായ തങ്കച്ചൻ കടുകേപ്പറമ്പിൽ, സജി മണ്ണാത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 76ാം ചരമവാർഷികം പ്രാർത്ഥനായജ്ഞമായി ആചരിക്കുവാൻ KCBC മധ്യവിരുദ്ധ സമിതി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ജനുവരി 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ ചേലച്ചുവട്ടിൽ ഗാന്ധിജി അനുസ്മരണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പൊതുപ്രവർത്തന രംഗത്തെ തിരക്കിട്ട കൃത്യനിർവഹണത്തിനിടയിൽ രചനയുടെ ലോകത്ത് ഇടം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ. കവിതാരചനയിൽ ഹൃദയം കീഴടക്കുന്ന സംഭാവനയാണ് രാഗമെന്ന പുസ്തകത്തിലൂടെ ആശാ നിർമ്മൽ പകർന്നു നൽകുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും അവിടെ നിന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയിലേക്കുമുള്ള രാഷ്ട്രീയ ജീവിതം, തിരക്ക് പിടിച്ച ദൈനംദിന ജീവിതശൈലികൾ, അവയ്ക്കിടയിൽ എവിടെയോ തന്റെ കലാവാസനകൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ രചനയെന്ന അമൂല്യ കഴിവിനെ വീണ്ടും പൊടിതട്ടിയെടുത്ത തുടർ ജീവിതത്തെ മുറുകെ പിടിക്കുകയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ. സ്കൂൾ കാലഘട്ടം മുതലേ എഴുത്തിനോടുള്ള പ്രണയം കലാലയ ജീവിതത്തിൽ ലേഖനങ്ങളിലൂടെയും കോളേജ് മാഗസിനുകളിലൂടെയും യാഥാർത്ഥ്യമാക്കി. അന്നു മുതൽ വിവിധങ്ങളായ കവിതകളും ചെറുകഥകളും ആശാ നിർമ്മലിന്റെ വിരലുകളിൽ ജന്മമെടുത്തു. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് എഴുത്തെന്ന ലോകത്തു നിന്നും ആശയെ അകറ്റി നിർത്തി. പിന്നീട് വിവിധങ്ങളായ രാഷ്ട്രീയ പദവികൾ അലങ്കരിച്ചതോടെ ഭൂതകാല ഓർമ്മകളുടെ ഭാഗം മാത്രമായി എഴുത്തുകൾ.
എന്നാൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ തിരക്കുപിടിച്ച കൃത്യനിർവഹണത്തിനിടയിൽ പഴയ ലോകത്തേക്ക് ഒന്നുകൂടി കടന്നു ചെല്ലുകയാണ് ഈ കലാകാരി. പലപ്പോഴായി സമയം കണ്ടെത്തി ആശയങ്ങളും വരികളും ചെറു പേപ്പറുകളിൽ എഴുതി കുറിച്ചിട്ടു. ഇങ്ങനെ എഴുതിയ രചനകളെല്ലാം കൂടി ഇപ്പോൾ കവിതാ സമാഹാരമായി തയ്യാറായി കഴിഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പിന്നീട് ഒരു കാലഘട്ടത്തിലേക്ക് ഈ എഴുത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ചേരിയിൽ ഒരു സാംസ്കാരിക നായകൻ്റെ സോജൻ സ്വരാജിൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പോയപ്പോഴാണ് നമ്മുടെ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് ചർച്ച വരികയും എന്നാൽ അതൊരു പുസ്തകമാക്കിക്കൂടെ എന്നുള്ള അവരുടെ ചോദ്യത്തിന് മറുപടി എന്ന വണ്ണമാണ് കൈപ്പട പബ്ലിക്കേഷനുമായി ചേർന്ന് നമ്മൾ ഈ ഒരു എഴുത്ത് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും എന്നെ സഹായിച്ച അല്ലെങ്കിൽ എനിക്കിതിന് പ്രചോദനം ചെയ്ത എൻ്റെ മാതാപിതാക്കൾ, എന്നെ എഴുത്തിനെന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, അതോടൊപ്പം ഈ ഒരു പുസ്തകം വരണമെന്ന് തീവ്രമായി ആഗ്രഹിച്ച എഴുത്തുകാരനായ സോജൻ സ്വരാജ് അടക്കം സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള കൈപ്പട പബ്ലിക്കേഷൻസ്, എല്ലാവർക്കും എന്നെ സഹായിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇതിലേക്ക് വന്നതിൽ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയ ആചാര്യന്മാർ ഒരു പരിധിവരെ എനിക്ക് സഹായമായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. രാഗം എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് ആശാ നിർമ്മൽ കവിതകളുടെ ആസ്വാദന താളുകൾ സമ്മാനിക്കുന്നത്. സോജൻ സ്വരാജ് എന്ന എഴുത്തുകാരന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതോടെയാണ് തന്റെ രചനകളും ആസ്വാദകരിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമുണ്ടായത്. പിന്നീട് രചനകളെല്ലാം കോർത്തിണക്കി സമാഹാരം തയ്യാറാക്കി. കലാലയ ജീവിതവും പ്രണയവും പ്രകൃതിയും സമകാലീന വിഷയങ്ങളുമെല്ലാം കോർത്തിണക്കിയുള്ള 40ഓളം കവിതകളാണ് സമാഹാരത്തിൽ ഉള്ളത്. ഈ മാസം തന്നെ പ്രസിദ്ധീകരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ആശ. കുടുംബവും സുഹൃത്തുക്കളും എഴുത്തുകാരും നൽകുന്ന പ്രചോദനമാണ് തന്നെ രചനകളുടെ ലോകത്തേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തിയതെന്ന് ആശാ നിർമ്മൽ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 251, വിൽപ്പനയ്ക്ക് വന്നത് 70,676, വിൽപ്പന നടന്നത് 69,927, കൂടിയ വില 2,125, ശരാശരി വില 1,638. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 550 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 55, റബ്ബർ 147. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,780 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്ത റവന്യൂ വകുപ്പ്. കേസെടുത്തിരിക്കുന്നത് ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതിന് ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരം. ഹിയറിംഗിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന് നോട്ടീസും നൽകി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വം. കേരളത്തിൽ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കി ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ.
ഇടുക്കി കേരള കോൺഗ്രസിന് വളരെയേറെ വോട്ട് വിഹിതമുള്ള മണ്ഡലമാണെന്നും ജില്ലാ പ്രസിഡന്റ്. ചിന്നക്കനാൽ 301 കോളനിയിൽ ഗോത്ര ജനതയ്ക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. ഇതോടെ കോളനിയിൽ സ്ഥിരമായി താമസിക്കുന്ന കുടുംബങ്ങളിൽ പലർക്കും കരമടയ്ക്കാൻ സാധിക്കുന്നില്ല. ഭൂമിയിൽ നിന്നും തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമായാണ് കരം സ്വീകരിക്കാത്തതെന്നും ആക്ഷേപം. സ്ഥലതർക്കത്തെ തുടർന്ന് മലയോര ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗങ്ങൾ താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെത്തി അളന്ന് തിട്ടപ്പെടുത്തി. സർവേ നടത്തിയത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തർക്കസ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.